അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം യഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് സെട്ടാവല്ലാത്ത ഒരു സെട്ടിയോട് ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ, തേടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം അയാൾ മുശ്രിക്കാവുകയില്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് ലളിതമായ തെളിവുകൾ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. വീണ്ടും അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇല്യാസ് മൗലവി എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ കോളേജിൽ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ വാളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അയാൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു മറുപടിയല്ല, കാരണം അയാളുടെ പോസ്റ്റിന് അത്ര റീച്ചൊന്നും കാണുന്നില്ല. അതിനു വേണ്ടി മാത്രം സമയം കളഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് തോന്നുന്നുമില്ല. മറിച്ച് ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ, പ്രേക്ഷകർക്ക്, സാധാരണക്കാർക്ക് ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ലളിതമായ ചില കാര്യങ്ങളിലൂടെ നമുക്കതൊന്ന് വിവരിക്കാം. അതായത് ഒരാൾ അള്ളാഹുവിനോട് യഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിലേക്ക് എന്നെ നീ അല്ലെങ്കിൽ ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും, അതുപോലെ തന്നെ സൃഷ്ടാവല്ല, ഖാലിക്കല്ല, മഖ്ലൂക്കാണ്, സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളോട് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ, യഹ്ദിന, ഞങ്ങളെ നീ ഹിദായത്തിലാക്കണമേ, എന്നെ നീ ഹിദായത്തിലാക്കണമേ, സന്മാർഗത്തിലേക്ക് ചേർക്കണമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ യഹ്ദിന എന്ന് ഒരാളോട് പറയുന്നത് കൊണ്ട് മാത്രം കുഴപ്പമില്ല എന്ന് ഈ മൗലവിയും സമ്മതിക്കുന്നുണ്ട്. അതായത് അയാൾ എഴുതുകയാണ്, അതുപോലെ അന്വേഷികളായ ഒരു കൂട്ടർ സന്മാർഗിയായ മറ്റൊരാളോട്, സന്മാർഗിയായ മറ്റൊരാളോട് ഞങ്ങൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരൂ, യഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നതൊന്നും ശിർക്കാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ യഹ്ദിന എന്ന് പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല, ശിർക്കാവുകയില്ല എന്ന് അയാൾ സമ്മതിച്ചു. പിന്നെ എന്താണ് പ്രശ്നം? അതിൻ്റെ അർത്ഥത്തിലാണ് പ്രശ്നം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിലാണ് പ്രശ്നം. യഹ്ദിന എന്ന് പറയുമ്പോൾ പറയുന്ന ആള് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവിടെയാണ് പ്രശ്നം. വ്യക്തമാണല്ലോ. എന്നെ നീ സന്മാർഗത്തിലാക്കണമേ എന്ന് ഞാൻ അള്ളാഹുവിനോട് പറയുമ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഖാലിക്കായ റബ്ബിന് ആ സന്മാർഗത്തെ എനിക്ക് സൃഷ്ടിച്ചു തരാൻ കഴിവുണ്ട്, എനിക്ക് അതിനു വേണ്ടി തൗഫീഖ് ചെയ്തു തരാൻ കഴിവുണ്ട്, എൻ്റെ ഹൃദയം അതിനു വേണ്ടി തുറന്നു തരാൻ കഴിവുണ്ട്. അതാണ് അള്ളാഹു ഖാലിക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ, എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പ്രത്യേകത അതാണ്. എന്നാൽ നേരെ മറിച്ച് ഞാനൊരു ഷെയ്ഖിനോട്, ആ ഷെയ്ഖിനെ കുറിച്ച് എൻ്റെ വിശ്വാസം എന്താണ്? അയാൾ ഖാലിക്കല്ല, സൃഷ്ടാവല്ല, അയാളിൽ ദിവ്യത്വമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഷെയ്ഖിനോടോ ഒരു നബിയോടോ ഒരു വലിയനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാലിഹായ ഒരു മനുഷ്യനോടോ ഞാൻ പറയാണ്, എന്നെ സന്മാർഗത്തിലാക്കണേ, യഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിലേക്ക് എന്നെ ചേർക്കണേ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ട ദഅവത്ത് എനിക്ക് നൽകണമേ, നിങ്ങൾ അതിന് നിമിത്തമാവണേ, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എന്നെ സഹായിക്കണേ. അല്ലാതെ നിങ്ങൾക്ക് അതിനെ സൃഷ്ടിച്ചു തരാൻ കഴിവുണ്ട് എന്നെനിക്ക് വിശ്വാസമില്ല. കാരണം വിശ്വാസമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ആ ഷെയ്ഖിനെ കുറിച്ച് എന്താ വിശ്വസിക്കുന്നത്? ഖാലിക്കല്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഖാലിക്കല്ല എന്ന് വിശ്വസിക്കലോടുകൂടെ അയാൾക്ക് ആ ഹിദായത്തിനെ സൃഷ്ടിച്ചു തരാൻ കഴിവില്ല എന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞു. അല്ലാതെ ഖാലിക്കല്ല എന്ന് ഞാൻ ഒരാളെ കുറിച്ച് വിശ്വസിക്കുക, ഒരാൾ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുക, എന്നിട്ട് അയാൾക്ക് ഈ ഹിദായത്തിനെ സൃഷ്ടിച്ചു തരാൻ, എനിക്ക് ഹിദായത്തിനെ സൃഷ്ടിച്ചു തരാൻ, എൻ്റെ ഹൃദയം തുറന്നു തരാൻ, എനിക്ക് തൗഫീക്ക് നൽകാൻ അയാൾക്ക് സ്വമേധയാ കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചാൽ അത് പൊട്ടത്തരമല്ലേ? അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുമോ? പൊട്ടന്മാരല്ലാതെ അങ്ങനെ വിശ്വസിക്കുമോ ഖാലിക്കല്ലാത്ത ഒരാൾക്ക് ഇതിനൊക്കെ സാധിക്കുമെന്ന്? അപ്പൊ സൃഷ്ടാവായ അള്ളാഹു ദിവ്യത്വം കൽപ്പിക്കപ്പെടാത്ത ഒരാൾക്ക്, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് കഴിയുന്ന കാര്യങ്ങളുണ്ട്, പരിധിയുണ്ട്. ആ പരിധിയിൽപ്പെട്ടതാണ് യഹ്ദിന എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. ഇതാര് പറഞ്ഞു? മൗലവി തന്നെ ഉദ്ധരിച്ച റാസി ഇമാം പറഞ്ഞു. മൗലവി തന്നെ മൗലവിയുടെ വാദത്തിന് തെളിവായി ഉദ്ധരിച്ച റാസി ഇമാമിന്റെ തഫ്സീറാണ്. ആ തഫ്സീർ മൗലവിനെ തന്നെയാണ് പിടിച്ചു വീങ്ങുന്നത്, മൗലവിക്ക് തന്നെയാണ് അത് മറുപടി കൊടുക്കുന്നത്.
അത് ഈ മൗലവി അറിയുന്നില്ല. നോക്കൂ, കൃത്യമായി റാസി ഇമാമ് അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഖുർആനിൽ 2 സ്ഥലത്ത് വൈരുദ്ധ്യമെന്ന് പ്രത്യക്ഷ തോന്നിപ്പിക്കുന്ന 2 പ്രയോഗങ്ങളുണ്ട് ഈ വിഷയത്തിൽ മാത്രം ശരിക്കും ശ്രദ്ധിക്കണം. ഖുർആൻ പറയുകയാണ് നബി തങ്ങളോട്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഹിദായത്തിലാക്കാൻ തങ്ങൾക്ക് സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് ഒരു സ്ഥലത്ത് ഖുർആനിൽ. എന്നാൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുകയാണ് ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, നബിയെ തങ്ങൾ മുസ്തഖീമായ സിറാത്തിലേക്ക് തങ്ങൾ ഹിദായത്തിലാക്കും, ജനങ്ങളെ ചേർക്കും, ജനങ്ങളെ അവരെ സന്മാർഗത്തിലാക്കും എന്ന് പറയുകയാണ്. അപ്പൊ രണ്ടും പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമാണല്ലോ. അതിന് മറുപടി പറയാണ് റാസി ഇമാമ്, വലാ തനാഫിയ ബൈനഹുമാ ഫഇന്നല്ലദീ അസ്ബതഹു വഅലാഫഹു ഇലൈഹി അദ്ദഅവതു വൽ ബയാനു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അത് ദഅവത്തും അതുപോലെ തന്നെ ബയാനുമാണ്. വല്ലദീ നഫാൻഹു ഹിദായത്തു തൗഫീഖി വശറഹ് സദ്രി. എന്നാൽ അല്ലാഹു തആല നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഹിദായത്ത് ഏതാണ്? അവരുടെ ഹൃദയം തുറന്നു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അവർക്ക് അതിനു വേണ്ടി തൗഫീഖ് സ്വമേധയാ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് അള്ളാഹുവിന് മാത്രമാണ് കഴിയുന്നത്. അപ്പൊ കാര്യങ്ങൾ വ്യക്തമാണ്. നമ്മൾ അള്ളാഹിന്റെ റസൂലിനോട് യഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് മാത്രം, നബി തങ്ങളോട് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? നബിയെ നിങ്ങളതിന് നിമിത്തമാകണം, നബിയെ നിങ്ങളതിന് കാരണക്കാരനാവണം, അതിനുള്ള ദഅവത്ത് ഞങ്ങൾക്ക് നൽകണം, അതിനുള്ള സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നാണ്. അല്ലാതെ ഹിദായത്തിനെ ഞങ്ങൾക്ക് സൃഷ്ടിച്ചു തരണമെന്നാണോ? നബി തങ്ങൾ ഖാലിക്കല്ല മഖ്ലൂക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അങ്ങനെ പറയോ? അങ്ങനെ വിശ്വസിക്കുവോ? അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പറയോ? അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പറയുന്ന ആള്, അതായത് നിങ്ങളെ ഹിദായത്തിനെ എനിക്ക് സൃഷ്ടിച്ചു തരണേ എന്ന് നബി തങ്ങളോട് പറയുന്ന ഒരാൾക്ക് ഖാലിഖ് എന്താണെന്നും മഖ്ലൂക്ക് എന്താണെന്നും മനസ്സിലായിട്ടില്ല എന്നല്ല അർത്ഥം. അപ്പൊ സുന്നികളെ എങ്ങനെയെങ്കിലും ഒന്ന് ശിർക്കാക്കി കിട്ടാനുള്ള പഴുതുകൾ തേടുകയാണ് ഈ മൗലവിമാർ. കാരണം അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ അതേ നിർവാഹമുള്ളൂ. ഇനി നോക്കൂ നിങ്ങൾ, ഇയാൾ പറയാണ് യഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന്, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് അള്ളാഹുവിനോട് മാത്രം തേടാനായി അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച പ്രാർത്ഥന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനായി അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥന, ഇത് മറ്റുള്ളവരോട് ചോദിക്കുന്നതാണ് ശിർക്ക്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. എന്താ ഇതിൻ്റെ അർത്ഥം? അള്ളാഹുവെ ഞങ്ങളെ സന്മാർഗത്തിലേക്ക്, നേരായ മാർഗത്തിലേക്ക് നീ ചേർക്കണമേ. എങ്ങനത്തെ നേരായ മാർഗമാണ്? നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗം, നീ കോപിച്ചവരുടെ മാർഗമല്ല. ഇത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനായി അള്ളാഹു പഠിപ്പിച്ചതാണ്. ഇതാരെങ്കിലും മറ്റൊരാളോട് തേടിയാൽ ശിർക്കായി പോയി എന്നാ ഇയാൾ പറയുന്നത്. എന്നാൽ ഇയാളുടെ ഒരു വിഡ്ഢിത്തം നോക്കണം. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ നമ്മൾ ഏതർത്ഥത്തിനാണ് അതിനെ നമ്മൾ സമീപിക്കുന്നത്, അവിടെയാണ് അതിൻ്റെ പോയിന്റ്. അത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നമ്മൾ അതിനൊരു അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. ആ പദങ്ങൾ ഉപയോഗിച്ച് പിന്നെ ആരോടും സഹായം തേടാൻ പാടില്ല എന്നുണ്ടോ മൗലവി? അങ്ങനെയാണെങ്കിൽ വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, ഖുർആനിൽ പറഞ്ഞതാണ് ഒരു പ്രാർത്ഥന. ആരാ? അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഖുർആനിൽ അങ്ങനെയാണ് അത് ഉദ്ധരിക്കുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതായി പഠിപ്പിച്ച പ്രാർത്ഥന, വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, ഞങ്ങളെ കാഫിരീങ്ങളായ ജനതയുടെ മേൽ നീ സഹായിക്കണമേ. ഈ സഹായം ആരോട് തേടിയതാ? അള്ളാഹുവിനോട് തേടിയതായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ഒരു സഹായത്തേട്ടം സൃഷ്ടികളോട് നമ്മൾ ചോദിക്കാറില്ല. വൻസുർന, ഞങ്ങളൊന്ന് സഹായിക്കണേ, എന്നൊന്ന് സഹായിക്കണേ, എൻ്റെ ശത്രുവിൻ്റെ മേൽ സഹായിക്കണേ, അല്ലെങ്കിൽ കാഫിറിൻ്റെ മേൽ, എന്നെ ആക്രമിക്കുന്ന കാഫിറിൻ്റെ മേൽ സഹായിക്കണേ എന്ന് ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് നമ്മൾ ചോദിച്ചാൽ അത് ശിർക്കാവോ? മൗലവി? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥന മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല, ഈ ഒരു വാചകം തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അപ്പം നിങ്ങളുടെ ഈ വിഡ്ഢിത്തം
ഒന്നും കൂടി വിളംബരം ചെയ്യുന്നതാണ് നിങ്ങളുടെ രണ്ടാമത്തെ പോസ്റ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ വളരെ ദൂരെ കിടക്കുന്ന മുഹ്യിദ്ദീൻ ഷേഖ്, മരണപ്പെട്ടു പോയ മുഹ്യിദ്ദീൻ ഷേഖ്, ആ വിഷയത്തിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അവിടെ പറയാം, അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഭൗതികമായ മാർഗം അല്ലേ. വഹാബികളും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഖാദിയാനികളും ഒക്കെ പറയുന്ന ഒരേ വാദമാണ്. ഇസ്തിഗാസ പാടില്ല എന്നുള്ള ഈ വാദം അവരുടെ ഭൗതികം അഭൗതികത്തെ ആസ്പദമാക്കിയാണ്. അപ്പോൾ അവിടത്തേക്ക് നിങ്ങൾ വരി. അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ് അഭൗതികം, എന്താണ് ഭൗതികം, എന്താണ് അതിനിടയിലുള്ള വേർതിരിവ് എന്നൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ആ ദൂരെ കിടക്കുന്ന ആൾക്ക് കേൾക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ വളരെ മൈലുകൾക്കപ്പുറത്തുള്ള ബഗ്ദാദിലുള്ള ആ ഷേഖിന് കേൾക്കാൻ കഴിയുമോ, മരണപ്പെട്ടതിന് ശേഷം കേൾക്കാൻ കഴിയുമോ, അറിയാൻ കഴിയുമോ, ആ കാര്യങ്ങളാണ്. അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അവിടെ അത് പറയാം. അപ്പോൾ നമ്മൾ ആ കാര്യം നമ്മൾ പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ കിടന്നു ഉരുളുന്നത് അതൊരിക്കലും നല്ലതല്ല. സംവാദത്തിനാണ് നിങ്ങളെ MT അബൂബക്കർ ദാരിമി ഉസ്താദ് വെല്ലുവിളിച്ചത്. ആ സംവാദം ഏറ്റെടുക്കാതെ ഖുമൈനിയെ ഉദ്ധരിച്ചുകൊണ്ട്, ഖുമൈനിയെക്കുറിച്ച് നമ്മൾ പലതും പറഞ്ഞിരുന്നു. ഖുമൈനിയുടെ ആശയപ്രചരണത്തിന് ജമാഅത്തെ ഇസ്ലാമി നൽകിയ സംഭാവനകൾ ധാരാളമുണ്ട്. 2 ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത് എങ്കിൽ, അപ്പോൾ അതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഖുമൈനിയെ നിങ്ങൾ ഉദ്ധരിച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് തന്നെ നിങ്ങളൊരു ബാധ്യതയാവും. അതുകൊണ്ട് ആ വിഷയത്തിൽ അതിൽ നിന്ന് നിങ്ങൾ മുങ്ങി. അപ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമിക്ക് തന്നെ വലിയ കടുത്ത ആരോപണം നേരിടുന്ന ഒരു വിഷയത്തെ എടുത്തിട്ട് കൊണ്ട് ആ ജമാഅത്തിനെ പ്രതിരോധത്തിലാക്കാൻ നിങ്ങൾ നിൽക്കേണ്ട. നിങ്ങളുടെ സ്ഥാനം ധരിക്കും, നിങ്ങളുടെ സ്ഥാപനം നഷ്ടപ്പെടും, ജോലിയൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് മുങ്ങാണ് നല്ലത്. അതുകൊണ്ട് സമസ്തയെ കൊണ്ടുപോയി ഷിയായിസത്തിൻ്റെ ആലയിൽ കെട്ടുന്നതിന് മുമ്പ് സ്വന്തം പ്രസ്ഥാനത്തിലെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.